യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്നലെ നമ്മൾ പ്രധാനമായി ചിന്തിച്ച ഒരു വിഷയം ദൈവത്തിൻ്റെ മുന്നറിവും ദൈവത്തിൻ്റെ വചനവും എന്നുള്ള ഒരു വിഷയമായിരുന്നല്ലോ. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ അബ്രഹാമിനെ ദൈവം വിളിച്ചതായി വിളിയും അതോടൊപ്പം തന്നെ ദൈവം ആ വിളിയോടുകൂടെ തനിക്ക് കൊടുത്തതായ വാഗ്ദത്തങ്ങളുമാണ്. ഈ ദിവസങ്ങളിലെ വചനചിന്തയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ദൈവം എങ്ങനെയാണ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നതെന്നും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അത് എപ്രകാരമാണ് നമ്മളോട് ഉണ്ടായിരിക്കുന്നതെന്നും ആ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ തക്കോണം നമ്മൾ എങ്ങനെയാണ് ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിൽ ഈ ഭൂമിയിലായിരിക്കണമെന്നും അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വേദഭാഗങ്ങളിൽ നിന്നും കൂടുതൽ അർത്ഥവത്തായ ആത്മീകമായ ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്രദമായി തീരും. നമ്മൾ എത്രത്തോളം സന്ദേശങ്ങൾ കേട്ടു എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ആ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതായ പ്രകാശനങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ അവയെല്ലാം തന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനാനുസൃതമാണോ എന്ന് പരിശോധിച്ച് മാത്രമേ ഒരു തീരുമാനത്തിലേക്കോ ഒരു നിഗമനത്തിലേക്കോ നമ്മൾ കടന്നു വരാവൂ. ഞാൻ നിങ്ങളോട് ഈ ദൈവവചനമൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ പറയുന്നതായ കാര്യങ്ങൾ അത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തുള്ളതായിരിക്കണം. അതേപോലെ തന്നെ എനിക്ക് ഏതെങ്കിലും ഒരു പ്രകാശനമോ ഒരാശയമോ ലഭിച്ചാൽ ആ ആശയം നിങ്ങളോട് പങ്കിടുന്നതിന് മുമ്പായിട്ട് ആ ആശയം ദൈവവചനത്തിന് അനുസൃതമാണോ, ദൈവവചനത്തിൻ്റെ ആ യൂണിഫോമിറ്റിക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെടുന്നത്, നമ്മൾ ഏതെങ്കിലും വചനഭാഗങ്ങൾ കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ നമുക്ക് ലഭിക്കുന്നതായ പ്രകാശനം അല്ലെങ്കിൽ ആശയങ്ങൾ അവ ദൈവവചന അനുസൃതമായിട്ടാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ ആ ഒരു ചിന്തയുടെ തുടർച്ച തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നേരെ ഈ ഒരു വാക്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചതായ മറ്റൊരു വേദഭാഗമുണ്ട്. ആ വാക്യം നമ്മൾ വായിച്ചിട്ട് ഇന്നത്തെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇന്നലെ സംസാരിച്ചത് ദൈവത്തിൻ്റെ മുന്നറിവും അതേപോലെ തന്നെ ദൈവവചനവും എന്നുള്ള വിഷയമാണ്. ഗോഡ്സ് ഫോർ നോളജ്. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിന് അവൻ ദൈവമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഫോർ നോളജ് ഉണ്ട്. ഇന്നലെ ഞാൻ ആദാമിനെക്കുറിച്ചും ഹവയെക്കുറിച്ചും പറഞ്ഞു. ദൈവത്തിന് അവരെക്കുറിച്ച് ഒരു മുന്നറിവുണ്ടായിരുന്നു. എന്നാൽ ആ മുന്നറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദൈവം ആദാമിനോടും ഹവയോടും ചില ഉപദേശങ്ങൾ കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മുന്നറിവുണ്ട്. കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അതൊരു പക്ഷേ ഒരു നന്മയുടെ ഒരു മുന്നറിവായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദോഷത്തിൻ്റെയോ ഒരു വീഴ്ചയുടെയോ ഒരു അപകടത്തിൻ്റെയോ മുന്നറിവായിരിക്കാം. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളോട് ഇടപെടുന്നത് എപ്രകാരമാണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു അപകടമോ ഒരു വീഴ്ചയോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളോ തകർച്ചയോ ഒക്കെ സംഭവിക്കുമെന്ന് മുന്നറിയുന്നതായ ദൈവം അവയിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കുവാൻ ദൈവം പദ്ധതികൾ തയ്യാറാക്കുന്ന ഒരു ദൈവമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. എന്തുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം? എന്തുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം? അതിന് ഒരു കാരണമായി ഒരു വാക്യം ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ നോക്കണേ, ആ ആദ്യത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. അതായത് ഓരോരുത്തരുടെ ഹൃദയത്തിൽ അവർ പ്രത്യാശിക്കുന്നതായ ഒരു ശുഭഭാവിയുണ്ട്, അല്ലേ? ഞാൻ ചിന്തിക്കുന്നതായ അല്ലെങ്കിൽ ഞാൻ പ്രത്യാശിക്കുന്നതായ ഒരു ഭാവി എന്നെ കുറിച്ചുണ്ട്. അത് എൻ്റെ പ്രത്യാശയാണ്, അതെൻ്റെ ആഗ്രഹമാണ്. നോക്കൂ, എൻ്റെ ആഗ്രഹത്തിന് ദൈവത്തിന് മുമ്പാകെ വിലയില്ലേ? വിലയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടെന്നാൽ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, നിങ്ങൾക്ക് ശുഭഭാവി വരണമെന്ന്. എന്നാൽ അതോടൊപ്പം തന്നെ
നിങ്ങളെക്കുറിച്ച് എനിക്ക് ചില നിരൂപണങ്ങൾ ഉണ്ട്, അവ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അതായത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു പ്രത്യാശ ഉള്ളതുപോലെ തന്നെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് ധാരാളം നല്ല ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട്. ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് അവ ഓരോന്നും. നമ്മൾ മിക്സി മേടിക്കുന്നു, അതേപോലെ നമ്മൾ ഫാൻ മേടിക്കുന്നു, അല്ലെങ്കിൽ എയർ കണ്ടീഷണർ മേടിക്കുന്നു. ഇതിനൊക്കെ നമുക്ക് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഫാൻ ആണെങ്കിൽ നല്ല ചൂടത്ത് കാറ്റുകൊണ്ട് സുഖമായി ഇരിക്കുവാൻ തക്കവണ്ണം നമുക്കൊരു ആശ്വാസം ലഭിക്കുവാൻ. അതുപോലെ എയർ കണ്ടീഷണർ ആണെങ്കിൽ അതുപോലെ തന്നെയാണല്ലോ. മിക്സി ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ അടുക്കള കാര്യങ്ങളിൽ നമ്മെ ഹെൽപ്പ് ചെയ്യുവാൻ അവ വളരെയധികം നമ്മെ സഹായിക്കുന്നു. നോക്കൂ, ആ ഒരു ഉപകരണം വാങ്ങുമ്പോൾ നമുക്ക് അവയെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ലേ, ഒരു പ്രത്യാശയില്ലേ, ഒരു ഉദ്ദേശമില്ലേ? എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ നിർമ്മിതാവിനും ഒരു ഉദ്ദേശമുണ്ട്. ആ നിർമ്മിതാവിൻ്റെ ഉദ്ദേശം എന്താണ്? കസ്റ്റമേഴ്സിൻ്റെ പ്രതീക്ഷകളെ നിറവേറ്റുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. നമ്മൾ നശിക്കണമെന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് നമ്മൾ പ്രയോജനപ്പെടണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നതായ കഷ്ടതകളുടെ നടുവിൽ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? എനിക്കെന്താ കർത്താവേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായ ഒരു കാര്യം മനസ്സിലാക്കണം. അവൻ ഒരു സൃഷ്ടാവ് എന്ന നിലയിൽ, നമ്മെ നിർമ്മിച്ചവൻ എന്ന നിലയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് നല്ലത് വരുവാനാണ്, ഏറ്റവും നല്ലത് വരുവാനാണ്. അതാണ് നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുന്നത്. ഞാൻ നിരൂപിക്കുന്നതായ നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരിക്കലും ചിന്തിക്കരുത് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എൻ്റെ നശീകരണമാണ് എന്നുള്ളത്. അങ്ങനെയല്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ നന്മയാണ്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ തിന്മകളെ നീക്കി നന്മയാക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി, അധികാരമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മെ സൃഷ്ടിച്ചവനായ ദൈവമാണെന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ഭയത്തോടുകൂടെ നമ്മളായിരിക്കുന്നു. എന്താ കാരണം? എന്താണ് എനിക്കെങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുക വഴി. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തിന്മകളെ നന്മയാക്കി മാറ്റുന്നത്? അടുത്ത വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. വാസ്തവത്തിൽ നമുക്ക് വേണ്ടത് എന്താ? നമ്മെ ഡയറക്റ്റ് ചെയ്യുവാൻ കഴിയുന്നതായ, നമ്മുടെ വഴികളിൽ നമ്മെ നയിക്കുവാൻ കഴിവുള്ളതായ, അതെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതായ ക്വസ്റ്റ്യൻ മാർക്കുകൾ, ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ ഉത്തരമായി വെളിപ്പെടുന്നതായ ഒരു ദൈവത്തെയാണ് നമുക്ക് ഇന്ന് ആവശ്യം. പല ആളുകളോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ ആളുകൾ ഒരു പക്ഷെ പറയും, എനിക്ക് കുറെ കാശാണ് വേണ്ടത്. ചില ആളുകൾ പറയും, എനിക്ക് കുറച്ച് സമാധാനം വേണം. ചില ആളുകൾ പറയും, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയാൽ മാത്രമേ എനിക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പണമാണെങ്കിലും, ജീവിതത്തിൽ നല്ല കൂട്ടുകാരെ ലഭിക്കുക എന്നുള്ള കാര്യത്തിലാണെങ്കിലും, അതേ ജീവിതത്തിൽ ആവശ്യങ്ങളുടെ മുമ്പിൽ നമ്മളാണെങ്കിലും, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ജീവിതത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം നമ്മോടുകൂടെ ഇരിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ദൈവം യെരമ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുക. അവർ 70 വർഷത്തോളമായി ബാബിലോണിൽ പ്രവാസത്തിലാണ്. അവരുടെ അടുക്കിലേക്ക് കള്ളപ്രവാചകന്മാരെ ആളുകൾ പറയും, നിങ്ങൾക്ക് ഉടനെ ഒരു റിലീസ് ഉണ്ടാകും, നിങ്ങൾ പെട്ടെന്ന് തന്നെ വിടുവിക്കപ്പെടും, പ്രവാസത്തിൽ നിങ്ങൾ മാറിപ്പോകും. പക്ഷേ യെരമ്യാ പ്രവാചകനിലൂടെ ദൈവം അവരോട് പറയുന്നത്, നോക്കൂ, ഈ പ്രവാസത്തിൽ നിങ്ങൾ നശിച്ചു പോകത്തില്ല, ഈ പ്രവാസത്തിൽ നിങ്ങൾക്ക് തിന്മയായിട്ടൊന്നും ഭവിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളെ വിടുവിക്കും, നിങ്ങൾക്ക് ഒരു ശുഭഭാവിയുണ്ട് എന്നുള്ള സന്ദേശം ദൈവം തൻ്റെ ജനത്തോട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവം നമ്മളോട് പറയുന്നത് അതാണ്. നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വരില്ല. ഒരുപക്ഷെ നിങ്ങൾ തകർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ ഇതിനപ്പുറത്തേക്ക് നീ പോകുവാൻ ദൈവം നിന്നെ സമ്മതിക്കത്തില്ല. പക്ഷേ എനിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വി നീഡ് ഗാഡ്. നമുക്ക് ദൈവത്തെ ആവശ്യമാണ്. ദൈവത്തെ ആവശ്യമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും.
ഇവിടെ പലരും ചിന്തിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് മാത്രമാണ് ദൈവം സംസാരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നിടത്ത് പ്രാർത്ഥനയല്ല പരിഹാരം, മറിച്ച് ആ പ്രാർത്ഥനയ്ക്ക് സഹായകമായിട്ടുള്ള ദൈവത്തോടുള്ള റിലേഷൻഷിപ്പാണ് ഏറ്റവും പ്രധാനം. ദൈവത്തിന്റെ സന്നിധിയിൽ വരിക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. നമ്മുടെ വീട്ടിൽ പായൊക്കെ വിരിച്ച് അതിൽ നമ്മൾ ഭക്തിയോടുകൂടി ഇരുന്ന് ബൈബിൾ വായിക്കുന്ന കാര്യത്തെക്കുറിച്ചുമല്ല ഇവിടെ ദൈവസന്നിധിയിൽ വരിക എന്ന് പറയുന്നത്. മറിച്ച് ദൈവസന്നിധിയിൽ വരിക എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഹാവിങ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. ദൈവത്തോട് നമുക്കൊരു ബന്ധമുണ്ടാകണം. ദൈവം ആവശ്യപ്പെടുന്ന ഒരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. ദൈവം വിശുദ്ധനാണെന്നും ഞാൻ ആ വിശുദ്ധി പ്രാപിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ കഴിയത്തുള്ളൂ എന്നുള്ളതായ ഒരു അറിവും, അതേപോലെ തന്നെ ജീവിതത്തിൽ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ആ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾക്ക് കടന്നു വരാൻ കഴിയുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നതായ ഒരു ഭാഷയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നോക്കൂ, ഇത് നമുക്കൊരു ഹീലിംഗ് ആണ്, ഒരു സൗഖ്യമാണ്. ആ സൗഖ്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ സീക്കിംഗ് ഗാഡ്. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകത, അവൻ എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു. തൻ്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങളിൽ ഹി നീഡ് ഗാഡ്. അവന് ദൈവത്തെ ആവശ്യമായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ വളരെ ആശയക്കുഴപ്പം പിടിച്ചതായ മേഖലകളിൽ അവൻ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല പരിഹാരം, മറിച്ച് അതിനേക്കാൾ ഉപരി ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്ന് ജീവിതത്തിന്റെ ഏതുവിധമായ വിഷമ സാഹചര്യങ്ങളിൽ പോലും, സുഖകരമായ സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ ഇന്റർവെൻഷൻ, ദൈവത്തിന്റെ ഇടപെടലുകൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നവർ, അന്വേഷിക്കുന്നവർ, അവരാണ് ഈ ദൈവത്തിന്റെ മഹത്വം കാണുന്നവരായ ആളുകൾ. അതേ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുന്നറിവിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്തതോ ദൈവം ആഗ്രഹിക്കാത്തതോ ആയ കാര്യങ്ങളായിരിക്കാം സംഭവിക്കുക. എന്നാൽ അവയെ തിരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാരണം അതെല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, നമുക്ക് ഒരു ശുഭഭാവി വരണമെന്നുള്ളത്, നല്ലൊരു ഭാവി വരണമെന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭവനം എത്ര ശാപം പിടിച്ചതാണെന്ന് നിങ്ങൾ ചിന്തിച്ചാലും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്ന് നിങ്ങൾ കരുതിയാലും, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം നിങ്ങളിൽ നിന്നും അറ്റുപോയി, എന്നേക്കുമായി നഷ്ടമായി പോയി, തകർന്നു പോയി എന്ന് നിങ്ങൾ കരുതുമ്പോഴും ഞാൻ നിങ്ങളോട് പറയട്ടെ, വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ ദൈവം ആ പ്രശ്നങ്ങളുടെ വഴിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാനുള്ള വഴികളും അവൻ ഉണ്ടാക്കുന്നതായ ദൈവമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകം തലവിധിയെന്നോ തലയിലെഴുത്തോ എന്നൊക്കെ വിശേഷിപ്പിച്ച് തള്ളുന്നതായ വിഷയത്തെ നിനക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇതിൻ്റെ എല്ലാം പരിഹാരം എന്ന് പറയുന്നത് കം ടു ദ പ്രസൻസ് ഓഫ് ഗാഡ് ആൻഡ് ഹാവ് റിലേഷൻ വിത്ത് ഗാഡ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളായിരുന്നാൽ നമ്മളുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുവാനിടയായി തരും. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മ വരിക എന്നുള്ളതല്ല, ഞങ്ങൾ നശിച്ചു പോവുക എന്നുള്ളതല്ല, മറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ശുഭഭാവി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അബ്രഹാമിനെ പോലെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിതനായി ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവം പറയുന്ന പോലെ ജീവിപ്പാൻ, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ പരിഹാരം ആവശ്യപ്പെടുന്നതായ വിഷയങ്ങളുണ്ടല്ലോ, അതിലെല്ലാം തന്നെ അവർക്ക് വിടുതൽ കാണുവാൻ തക്കവണ്ണം ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുവാൻ നീ അവരെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നിന്നും അടുത്ത ദിവസം നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ എല്ലാവരും ക്ഷണിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.